വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന യൂണിറ്റ് ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 1 ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന യൂണിറ്റാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണം. ഈ ടെക്സ്റ്റിൻ്റെ എല്ലാ നോട്ട്സും അതേപോലെ ഷോർട്ട് നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. 1. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ. സ്വതന്ത്ര ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കാൻ 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇതിൻ്റെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുക എന്ന ചരിത്രപരമായ ദൗത്യം പൂർത്തിയാക്കാൻ ഈ സഭയ്ക്ക് 2 വർഷവും 11 മാസവും 18 ദിവസവും വേണ്ടിവന്നു. അടുത്ത ഡ്രാഫ്റ്റ് കമ്മിറ്റി ആൻഡ് D.R. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഡോക്ടർ B.R. അംബേദ്കറും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് 1947 ഓഗസ്റ്റ് 29 B.R. അംബേദ്കറുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിരുന്നു. ഈ ഭരണഘടനാ രേഖ തയ്യാറാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച നിർണായകമായ പങ്ക്, അഗാധമായ നിയമവിജ്ഞാനം, യുക്തിസഹമായ വാദങ്ങൾ എന്നിവ കാരണം ഡോക്ടർ അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അഥവാ പ്രധാന ശില്പി എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഘടനയുടെ നേതാവല്ല, ഇന്ത്യൻ ഘടനയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. അടുത്തത് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ അംഗീകാരം. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഭേദഗതികൾക്കും ശേഷം 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കുകയും അംഗീകരിക്കുകയും ചെയ്തത്. നമ്മുടെ അടിസ്ഥാന നിയമരേഖയെ ആദരിക്കുന്നതിനായി ഈ ചരിത്ര ദിനം ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ വർഷവും ഭരണഘടനാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, സംവിധാൻ ദിവസ് ആയി ആചരിക്കുന്നു. അടുത്തത് ഇന്ത്യ ബിക്കംസ് എ റിപ്പബ്ലിക്കൻ ജാനുവരി 26 1950. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്നു 1950 ജനുവരി 26. 1949 നവംബറിൽ അംഗീകരിച്ചെങ്കിലും 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. 1930 ജനുവരി 26 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് ഈ പ്രത്യേക തീയതി തന്നെ തിരഞ്ഞെടുത്തത്. ഈ ദിനത്തിനാണ് ഇന്ത്യ പൂർണ്ണമായും പരമാധികാരമുള്ള ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത്.